പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരന്റെ രക്ഷാരഹസ്യങ്ങളിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പാപമൂലം അങ്ങിൽ നകന്നുപോയി ഞങ്ങൾ അനുദപിക്കുന്ന ഹൃദയത്തോടെ തിരുസന്നിധിയിൽ അണയുന്നു. എളിമയോടും ഹൃദയവിശുദ്ധിയോടും കൂടെ പാപപരിഹാരത്തിൻ്റെയും കൃതജ്ഞതയുടെയും ഈ ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിസ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവീശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആവർത്തിയനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഉദവിധം എപ്പോഴും ഞങ്ങളോട് കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. മിശിഹ അനുഗ്രഹിക്കട്ടെ. അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗബിലേക്ക് പോയി. ലോത്തും കൂടെ ഉണ്ടായിരുന്നു. അബ്രാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. അവൻ നെഗബിൽ നിന്ന് ബദേൽ വരെയും ബദേലിനും ആയിക്കുമിടയ്ക്ക് താൻ മുമ്പ് കൂടാരമടിച്ചതും ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു. അവിടെ അബ്രാം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവന്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ചു താമസിക്കാൻ ആ ദേശം മതിയായില്ല. കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ചു പാർക്കുക വയ്യാതായി. അബ്രാമിന്റെയും ലോത്തിന്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. അക്കാലത്ത് കാനാൻകാരും പെരീസ്യരും അന്നാട്ടിൽ പാർത്തിരുന്നു. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്. കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ. എന്നെ പിരിഞ്ഞു പോവുക. ഇടത്തുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം. വലത്തുഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിന്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു. കർത്താവ് സോദോമും ഗൊമോറായും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു അത്. ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു. അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. അവൻ സോദോമിനടുത്ത് കൂടാരമടിച്ചു. സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു. ദൈവമായ കർത്താവിന് സ്തുതി.
സർവജ്ഞനായ ഭരണകർത്താവിൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനുദവിധം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുകയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ്. എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കുവാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണവൻ. ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുസ്സംശയങ്ങളും ഉണ്ടാകുന്നു. ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യർ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാഹലങ്ങളും ഇതിൻ്റെ ഫലമത്രേ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുവാനും നമുക്ക് സാധിക്കുകയില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെളിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിബന്ധിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുവാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്തുവാനും ഇടയായിട്ടുണ്ട്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 19 1 മുതലുള്ള തിരുവചനങ്ങൾ. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കവൂസ് എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവരോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, പ്രിയമുള്ള കുട്ടികളെ, സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു വരുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ കേട്ടത്. ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നമ്മെ സംബന്ധിച്ച് എപ്പോഴും അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരുവചന ഭാഗങ്ങളും അതുപോലെ മാനസാന്തരം വന്ന വ്യക്തികളുടെ ഉദാഹരണങ്ങളും ബൈബിളിലൂടെ നമുക്ക് വായിക്കാൻ തരുന്നത്. ഇന്ന് അങ്ങനെ ഒരു മാനസാന്തരത്തിൻ്റെ ഒരു കഥയാണ്. അതായത് സക്കേവൂസ് എന്ന് പറയുന്ന ഒരു കുള്ളനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈശോ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഈശോ കടന്നു വന്നപ്പോൾ ഒരു വലിയ മാറ്റമുണ്ടാകുന്നു. ജീവിതത്തിൽ തന്നെ ഒരു നവീകരണം സംഭവിക്കുകയാണ്. സത്യത്തിൽ ഈ നോമ്പ് കാലഘട്ടത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു നവീകരണമാണ്. ഈ നവീകരണം സംഭവിക്കണമെങ്കിൽ അതിന് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. സക്കേവൂസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ ചുങ്കക്കാരനാണ്. ചുങ്കക്കാരൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മറ്റുള്ളവരിൽ നിന്ന് പണം പിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇവനെ പാപി എന്ന് യഹൂദ ജനത വിളിക്കുന്നുണ്ട്. അവരിൽ തന്നെ ഒരാളായ ആ ചുങ്കക്കാരനായിട്ടുള്ള സക്കേവൂസിനെ പാപി എന്ന് അവർ വിളിക്കുന്നു. കാരണം
റോമാക്കാർക്ക് വേണ്ടി ഈ യഹൂദ ജനതയിൽ നിന്ന് ചുങ്കം പിരിക്കുന്ന ആളാണ്. അപ്പം അത് പല വിധത്തിൽ അദ്ദേഹം ചുങ്കം പിരിക്കുന്നുണ്ട്. പല ബുദ്ധിമുട്ടുള്ളവരിൽ നിന്ന് പോലും ചുങ്കം പിരിക്കുന്നുണ്ട്. അതാണല്ലോ അതിൻ്റെ അടിമത്തത്തിൻ്റെ പ്രത്യേകത. അപ്പം അത്രയേറെ വെറുക്കപ്പെട്ടവനാണ് ഈ പറയുന്ന സക്കേവൂസ്. അതുകൊണ്ടാണ് യഹൂദ ജനത അവരെ പാപി എന്ന് വിളിക്കുന്നത്. അപ്പം ചുങ്കക്കാരും പാപികളും ഒരേ തട്ടിലാണ്. അപ്പം അങ്ങനെ ഒരു മനുഷ്യന് ഈ ഇത്രയേറെ പേര് കേട്ട ഒരു വ്യക്തിയെ കാണാൻ ആഗ്രഹം തോന്നുക സ്വാഭാവികമാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ടൊരു വ്യക്തി വരികയാണെങ്കിൽ നമ്മളൊന്ന് പോയി കണ്ടേക്കാം എന്ന് നമ്മൾ ചിന്തിക്കും. അത് സ്വാഭാവികം. അപ്പോൾ അതുപോലെ സക്കേവൂസ് യേശുവിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. യേശുവിനെ കേട്ടപ്പോൾ ഒന്ന് കാണണമെന്ന് തോന്നി. ജനക്കൂട്ടം എപ്പോഴും യേശുവിൻ്റെ കൂടെ ജനക്കൂട്ടമുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ വരികൾക്കിടയിലൂടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. ഈശോ എപ്പോഴൊക്കെ യഹൂദ ജനതയോട് സംസാരിക്കുന്നുണ്ടോ ആ സമയത്തൊക്കെയും യാത്രയുടെ സമയത്ത് മുഴുവനും ഒരു ജനക്കൂട്ടം തന്നെ മുൻപിലുണ്ട്, കൂടെയുണ്ട്. അതുകൊണ്ടാണല്ലോ പല സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ദാവീദിന്റെ പുത്ര എന്നിൽ കരയണമേ, അവൻ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ വിളിച്ചു പറഞ്ഞു. അത് കേട്ടു. ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ കടന്നു വന്നു രക്തസ്രാവക്കേറി അവൻ്റെ വെളുമ്പിൽ, വസ്ത്രത്തിൻ്റെ വെളുമ്പിൽ തൊട്ടു. അവൾക്ക് സുഖം പ്രാപിച്ചു. അപ്പോൾ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് യേശുവിൻ്റെ കൂടെ ഒരു ജനക്കൂട്ടം എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ കുള്ളനായ സക്കേവൂസിനെ എങ്ങനെ കാണാനാണ്? പക്ഷേ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ സക്കേവൂസ് വളരെ സിമ്പിളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഈ റോമാക്കാരുടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, എല്ലാവരാലും മതിക്കപ്പെടുന്നൊരു സർക്കാർ, മതിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുൻപിൽ ഭാവിയാണ്, പക്ഷെ വിലയുള്ളവനാണ്. ഇങ്ങനെ ഒരുവൻ ഈ മരത്തിൻ്റെ മേലിൽ പടച്ചു കയറി യേശുവിനെ കാണാൻ നിൽക്കുമോ? പക്ഷേ ഇതിലൊരു കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു പക്ഷേ ആരും കാണാതെയാണ് ഈ സക്കേവൂസ് യേശുവിനെ കാണാൻ മരത്തിൻ്റെ മുകളിൽ കയറിയത്. അപ്പോൾ ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട്. പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ മരത്തിൻ്റെ ഇടയിൽ നിന്നോട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, യേശുവിനെ കാണാൻ പറ്റും. പക്ഷേ യേശു മരത്തിൻ്റെ ചുവടെ വന്നപ്പോൾ അവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ ഈ സക്കേവൂസിനെ കണ്ടു. സക്കേവൂസ് വേഗം ഇറങ്ങി വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സക്കേവൂസ് പിടിക്കപ്പെട്ട പോലെയായി. ഒരു ജാള്യത, ഒരു ചമ്മൽ. കാരണം മറ്റുള്ളവരുടെ മുൻപിൽ വലിയ ആളായിട്ട് നിൽക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ വിശ്വാസം ഇങ്ങനെയാണ്. നമുക്കൊന്ന് നാലാളറിഞ്ഞ് ഒന്ന് കുമ്പസാരിക്കാൻ, അല്ലെങ്കിൽ പള്ളി പോയ അവൻ നന്നായി എന്നുള്ള ചിന്തയാണ്. എന്തെങ്കിലും ഒരു മാനസാന്തരം ഒന്ന് നവീകരണത്തിലേക്ക് വരാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ജനങ്ങളെ പേടിച്ച്, വിശ്വാസികളെ പേടിച്ച്, നാട്ടുകാരെ പേടിച്ചിട്ട് നന്നാവാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് പലർക്കും. പലരുടെ ജീവിതത്തിലും അതാണ്. പലരെ സംബന്ധിച്ചും ഒന്ന് നന്നാവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെ നന്നാക്കില്ല നമ്മുടെ നാട്ടുകാർ. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അപ്പോൾ പറയും, ഓ നന്നായി, അവൻ പുണ്യാളൻ. ഒന്ന് കുടി നിർത്തി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരപ്പം വിളിക്കും, ഓ നീ ഇപ്പോൾ വലിയ പുണ്യാളനായല്ലോ. ഒരു ധ്യാനം കൂടി പുറത്തേക്ക് വന്ന് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പറയും, ഓ അവൻ ധ്യാനം കൂടി, അവനിപ്പോൾ പഴയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അവനെ പുറത്താക്കുകയാണ്, അവനെ സൗഹൃദത്തിൽ നിന്ന്, സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നൊക്കെ പുറത്താക്കുകയാണ്. ഈ ഒറ്റപ്പെടൽ വീണ്ടും അവനെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് നമുക്കുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സക്കേവൂസിൻ്റെ ജാള്യത, സക്കേവൂസിൻ്റെ ഒരു ചമ്മൽ, മറ്റുള്ളവരുടെ മുമ്പിൽ വിശ്വസിക്കാനും വിശ്വാസം ഏറ്റുപറയാനും ദൈവത്തെ ആരാധിക്കാനും കൂദാശകൾ സ്വീകരിക്കാനും മടി കാണിക്കുന്ന ഒരു ജാള്യത ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപാടുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് കൂടുതലാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്കതുണ്ടാകരുത്. അങ്ങനെ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നവരെയും നവീകരണത്തിലേക്ക് കടന്നു വരുന്നവരെയും അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുംഭസാരത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും കൗദാശിപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നവീകരണത്തിലേക്ക് കടന്നവരെ പ്രോത്സാഹിപ്പിക്കണം നമ്മൾ. അതുകൊണ്ട് ഇന്ന് സക്കേവൂസിൻ്റെ ഈ മരത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒളിച്ചുകളി നമ്മൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്. അതുകൊണ്ട് വിശ്വാസം, യേശുവിനോടുള്ള സ്നേഹം, അത് കൃത്യമായി പ്രകടിപ്പിക്കാൻ, അതിലൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും മറ്റുള്ളവർക്കും ദൈവസ്നേഹത്തെക്കുറിച്ച് അറിയാൻ നമുക്ക് സാധിക്കണം.
ഇനി സക്കേവൂസ് താഴേക്ക് ഇറങ്ങി വന്നു. സക്കേവൂസിനോട് കർത്താവ് പറഞ്ഞു, നിൻ്റെ വീട്ടിൽ ഞാൻ വരികയാണ്, നിൻ്റെ വീട്ടിൽ ഞാനിതാ താമസിക്കാൻ വരികയാണ്. അവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സക്കേവൂസിന് മാനസാന്തരമുണ്ടായി. സക്കേവൂസ് പറഞ്ഞു, ഞാൻ തട്ടിച്ചെടുത്തതിൽ നിന്ന് ഞാനിതാ ദരിദ്രർക്ക് കൊടുക്കും, എൻ്റെ സ്വത്തിൻ്റെ പകുതി കൊടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, സക്കേവൂസിൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം സംഭവിച്ചത് എങ്ങനെയാണെന്നറിയാമോ? സക്കേവൂസ് ഒരു ധ്യാനം കൂടിയിട്ടില്ല. സക്കേവൂസ് യേശുവിൻ്റെ വചനങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവൻ കേട്ടറിഞ്ഞിട്ടാണ് യേശുവിനെ കാണാൻ ചെല്ലുന്നത്. അദ്ദേഹത്തിൻ്റെ പഠന ക്ലാസ്സുകളൊന്നും അദ്ദേഹം പോയിട്ടില്ല. പക്ഷെ പിന്നെ എങ്ങനെയാണ് ഈ മാനസാന്തരം സംഭവിച്ചത്? അതിന് ഒരേ ഉത്തരവുമുള്ളൂ. യേശുവിനെ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നപ്പോൾ, യേശുവിനെ ഞാൻ സ്വീകരിച്ചപ്പോൾ, യേശുവിനെ നോക്കുമ്പോൾ അവനൊരു കണ്ണാടിയാണ്. ഞാൻ യേശുവിനെ നോക്കുമ്പോൾ, ഞാൻ എൻ്റെ ഈശോയെ നോക്കുമ്പോൾ, ദിവികാരുണ്യത്തെ നോക്കുമ്പോൾ അതൊരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ എൻ്റെ മുഖം തെളിയുന്നു, എൻ്റെ ജീവിതം തെളിയുന്നു. അപ്പോൾ എൻ്റെ കുറവുകളും എൻ്റെ പോരായ്മകളും ആ കണ്ണാടിയിൽ ഞാൻ തെളിയും, എനിക്ക് കാണാൻ സാധിക്കും. അതിന് ദൈവസ്നേഹമുണ്ടാകണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവസ്നേഹത്താൽ നിറഞ്ഞ്, ദിവികാരുണ്യത്തെ നോക്കി, ഈശോയെ നോക്കി, എൻ്റെ കുറവുകളും എൻ്റെ പോരായ്മകളും തിരിച്ചറിഞ്ഞ്, കണ്ടറിഞ്ഞ്, എവിടെയാണ് ഞാൻ തിരുത്തേണ്ടത്, എവിടെയാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്, എവിടെയാണ് ഞാൻ നവീകരണത്തിലേക്ക് വരുത്തേണ്ടത്, അത് എനിക്കും എൻ്റെ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഒളിച്ചുകളി നാട്ടുകാർക്കറിയില്ല, മറ്റുള്ളവർക്കറിയില്ല, എനിക്കും എൻ്റെ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ആ ഒളിച്ചുകളി തമ്പുരാൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തുറന്നു വയ്ക്കുവാൻ, അങ്ങനെ ഒരു കുമ്പസാരത്തിലൂടെ, വിശുദ്ധീകരണത്തിലൂടെ, നവീകരണത്തിലൂടെ ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. 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 ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ കടങ്ങളെ പ്രവർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയ
പോലാത്മജൻ ദിവ്യരൂഹാക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിരാ പാവനമീ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമരത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീതാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപോജലേകമാമോദീസായും ശരീരത്തിന്റെ ഏർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമീൻ. നമുക്കൊരു നിമിഷം സ്തോത്ര കാഴ്ചയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ കാഴ്ച സ്വീകരിച്ച് ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെയും അധ്വാന മേഖലകളെയും കാർഷിക മേഖലകളെയും സംരക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലകളെയും ഞങ്ങളുടെ വളർത്തുമൃഗങ്ങളെയും സംരക്ഷിക്കണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ കാവൽ മാലഖമരെ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ.
കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെ നാഥനായ ദൈവം തന്റെ ഭീഷണി നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവരഹസ്യങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. പ്രാർത്ഥനയും സഹായിക്കണേ യാക്കോബിന്റെ ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായി യുക്തവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്മീനും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗീയങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന
എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോയുടെ അതിദാരുണമാ സഹനങ്ങളെയോർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പാക്കും മാർ റാഫേൽ തട്ടിൽ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്താക്കും മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്താക്കും മാർ പൗളി മെത്രാനും പുരോഹിതന്മാരും ശംശാനമര സമർപ്പിതർ ആത്മായ പരിശുദ്ധർ ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യസ്തർ, വൈദ്യ വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും, രോഗികളായി ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും, മാരകമായ അസുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും, വിദൂര സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും, ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും, ഈ വിശുദ്ധ കുർബാനയുടെ പ്രത്യേക നിയോഗങ്ങൾക്കും, ഞങ്ങളുടെ ഇടവയിൽ നടത്തപ്പെടുന്ന വാർഷിക ധ്യാനത്തിൻ്റെ വിജയത്തിനും, അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമിന്റെ സർവസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾക്ക് ഗണങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് മരിച്ചവരുടെ ഏർപ്പിന് വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊരു വിധം എന്നോട് ദയതോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു.
ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ. സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. 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 നിത്യജീവനം കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ പൗഡ് നിർമ്മൽ ഹൃദയം പ്രശ്നവതനരും നിഷ്കളകരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ചു പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവനം അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, എപ്പോഴും എന്നേക്കും ആമേൻ. മിശിഹായുടെ ശരീരവും രക്തവും എത്തിച്ചവന് കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
അവർണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവ് അങ്ങേക്ക് സ്തുതി. കർത്താവായ ദൈവമേ, തിരുവചനത്താൽ വിശദീകരിക്കപ്പെട്ട് ദൈവരഹസ്യങ്ങൾ അന്ന് അവജീവനം പ്രാപിക്കാൻ പാപികളെ ബലഹീനമായ ഞങ്ങളെ വിളിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവ്വം പാലിച്ച് രക്ഷയുടെ അനുഭവം പങ്കുവയ്ക്കുവാനും നിരന്തരം അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. കൈകൾ കൂപ്പി തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാൻ വന്ന നമ്മുടെ കർത്താവ് മിശിഹായെ നാം സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. വചനത്തിൻ്റെ പാതയിൽ ചരിക്കാൻ നമുക്ക് ആവശ്യമായ പ്രകാശം അവിടുന്ന് നൽകട്ടെ. തിരുശരീരരക്തങ്ങൾ സ്വീകരിച്ച് വിശുദ്ധീകൃതരായ നമ്മെ ദൈവരാജ്യത്തിൽ നിത്യവിരുന്നിൽ അവിടുന്ന് പങ്കുകാരാക്കട്ടെ. നമ്മുടെയും ലോകം മുഴുവൻ്റെയും തിരുസഭയുടെയും അവിടെ സന്താനങ്ങളുടെ മേൽ കർത്താവ് തൻ്റെ കൃപയും അനുഗ്രഹവും വർഷിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്റെ കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ എന്നറിഞ്ഞുകൂടാ.